ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് നെരിജ്. അപ്പോൾ അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഇന്നാണ് ഞാൻ വ്ലോഗ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ദിവസം നമ്മളാ ബന്ദിപ്പൂര് കഴിഞ്ഞതിന് ശേഷം പിന്നെ വ്ലോഗ്സ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞിരുന്നില്ല ഒരു കല്യാണം ഉണ്ടെന്നല്ലേ. അപ്പോൾ ഇന്നും നാളെയായിട്ട് ഒരു കല്യാണത്തിൻ്റെ വീഡിയോസ് ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം 4 മണിയായിട്ടുണ്ട്. അപ്പോൾ നീച്ചിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ചേച്ചീനെ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകാനൊക്കെ ഉണ്ട്. അപ്പം ഇനി അതിൻ്റെ ഓട്ടത്തിലൊക്കെയാണ്. മൊത്തത്തിൽ ഇന്നൊരു ഓട്ടം കേട്ടോ, മൊത്തം നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, സീ. അങ്ങനെ ഗൈസ് ചായ അടിക്കുകയാണ്. ചേച്ചീനെ കൊണ്ടാക്കി വന്നു. പിന്നെ രാവിലത്തെ ഡ്രസ്സ് ഇടാതുള്ള വീഡിയോസ് ഒന്നും നോക്കണ്ട, അങ്ങനെ തന്നെയാണ്. രാവിലെ നീച്ചിട്ടല്ലേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഫസ്റ്റ് തിരുമാതാകുന്നിൽ വെച്ചിട്ടാണ് താലികെട്ട്. അപ്പം ഇനി അങ്ങോട്ട് പോകണം, കിഴക്കപ്പാടം കൂടിയിട്ട്. അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് അമ്മേനെ ബ്യൂട്ടീഷ്യൻ്റെ അവിടെ ഇറക്കിയിട്ട് നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ഡ്രസ്സ് ഓക്കെ, എന്നിട്ട് എല്ലാവരും കൂടി ഒന്നിച്ചിട്ട് നേരെ ഓഡിറ്റോറിയത്തേക്ക് പോകണം. അങ്ങനെയാണ് ഇപ്പോൾ കറൻ്റ്ലി ഇല്ല പ്ലാൻ. ഇനി നാളെയാണ് ഇതിൻ്റെ റിസപ്ഷൻ. അതിൻ്റെ വേറെ വീഡിയോ ആയിട്ടാവും വരുന്നുണ്ടാവും. ഇന്നിപ്പോൾ ഇതിൽ കല്യാണം മാത്രമേ ഉണ്ടാവും. നമുക്ക് പോവാം. കുഞ്ഞപ്പ പോയിട്ട് വരട്ടെ പോയിട്ട് വരട്ടെ പോയിട്ട് വരട്ടെ. അമ്മ ഇങ്ങോട്ട് തിരിഞ്ഞാ നോക്കട്ടെ. കൊള്ളാം. ചെത്തിക്ക് എന്നാലേ കാണുള്ളൂ. ആ നിക്കേ. ഓ, ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ, ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. ഇന്നത്തെ വസ്ത്രന്നേ. ഓ കൊള്ളാം കൊള്ളാം. അടുത്ത ആള് ഇയാളൊക്കെ ജുബിട്ടിട്ട് വന്നെന്നാണ്. ഞാനിവിടെ ട്രാക്ക് സൂട്ടും ടീഷർട്ടും കല്യാണത്തിന് വന്നെന്നാണ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടെ. നമ്മുടെ കല്യാണ ചെക്കനാണത്. അത് കല്യാണ ചെക്കൻ്റെ ഏട്ടൻ. ഒരു ഫോട്ടോ എടുക്കാൻ പോവാ. നമുക്ക് നോർമൽ, നമ്മളിനി കല്യാണത്തിന് ഒരു ഔട്ട്ഫിറ്റ് ഇട്ട് വരും. അതിലെല്ലാരും ഞെട്ടും. നമ്മൾ പറഞ്ഞ് ജീവിച്ച ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതല്ല, ഇത് നോർമൽ. ഇതിപ്പോ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനാ അലങ്കാരം വേണ്ടല്ലോ. നമ്മളൊക്കെ ഒഴിവാക്കിയിട്ട് എന്താപ്പാ ഫോട്ടോ എടുക്കലൊക്കെ. കപ്പിൾസ് അപ്പളേ പറഞ്ഞാണ് നല്ല വസ്ത്രം ഇട്ട് തരാം. വന്നില്ല. ഛേ, വന്നാ മതിയായിരുന്നു. ഓ, കല്യാണ പെണ്ണ് വന്നേ. ചേട്ടാ തിരിയേ നോക്കട്ടെ. എല്ലാരും നല്ല ഡ്രസ്. എനിക്ക് വെറുതെ ഇങ്ങനെ ഇനി ഇവിടെ എത്തുമ്പോഴേക്ക് ആകെ മുഷിഞ്ഞതാവും. ഇതാണ് കല്യാണ പെണ്ണ്. ഇത് കല്യാണ പെണ്ണിൻ്റെ അമ്മ, അച്ഛൻ, എൻ്റെ അളിയൻ, എൻ്റെ ചേച്ചി. അണക്കാരുന്നില്ലേ വ്ലോഗ് എടുക്കണില്ല എന്ന് പരാതി. ഹാപ്പി ആയില്ലേ? ഹാപ്പി ആയില്ലേ? ആർ യു ഹാപ്പി? ഏയ് കാണിക്കട്ടെ സുന്ദരനെ ഒന്ന്. ഓക്കെ, സൂരജ് റെഡിയാണ്. ഓക്കെ. നാളെ ഫേസ്ബുക്കിൽ ലുക്ക് ചെയ്ത് നാളെ ഫേസ്ബുക്കിൽ ലുക്ക് ചെയ്ത് മലയിലോട്ടൊന്ന് ഹോൾഡ് ചെയ്ത്
അമ്മയുടെ തറവാട് ഇയാളിന് വീടും കൂടി വന്നു. ഇവിടെ ഇതൊന്നും വെക്കില്ല അല്ലേ? സന്യസിക്കാൻ ഈ പോകും. അടുത്ത കല്യാണമല്ലേ ആളാണ് ഇയാള് CA-കാരനാണ്. സുന്ദരിയായ പെൺകുട്ടികളെ തരുണിമണികളെ സ്വീകരിക്കുന്നു. അപ്പോൾ അവിടുത്തെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടു. ഇനി നമുക്ക് തിരിച്ചു പോകണം. എന്നിട്ട് വേണം ഇക്ക് ഡ്രസ്സ് മാറ്റണം. ഇക്ക് ഡ്രസ്സ് മാറ്റിയിട്ട് വേണം ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാൻ. ഓക്കെ, ഇനി മറ്റൊരാളും കൂടി ഉണ്ട്. പേര് പറഞ്ഞു കൊടുക്കും. എൻ്റെ പേര് അതുൽ. അതുൽ. ജോലി എന്താണ്? ജോലി ഇൻഡിഗോയിലല്ലേ വർക്ക് ചെയ്യണത്? എയർ ഇന്ത്യയിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ സുന്ദരികളായ തരുണിമണികളെ വീണ്ടും അടുത്തതായി വീണ്ടും സ്വീകരിക്കുന്നു. പിന്നെ ഇത് ആയുഷ്. ഇതിന് പ്രായപൂർത്തിയായിട്ടില്ല, അത് വേണ്ട. അങ്ങനെ നമ്മുടെ അമ്പലത്തിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. പറഞ്ഞ വഴി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് ഇനി മണ്ഡപത്തേക്ക് പോകണം. നമ്മുടെ പ്രസിഡൻസിയാണ് ബുക്ക് ചെയ്തല്ലേ. സീറ്റ് ബെൽറ്റ് ഇട്ടേ. അമ്മേ ചൂട് കഠിനാട്ടോ. ഞാൻ ഈ ചൂടായതുകൊണ്ടാണ് ഡ്രസ്സ് എടുക്കാൻ. ഒന്നാമത്തെ കാര്യം ഞാൻ വേർക്കാന്ന് വെച്ചാൽ ഒരുമാതിരി ഒരു കിൻഡര് വെള്ളം എൻ്റെ മേത്തുനിന്ന് വരും വേർക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എന്തിനാ വെറുതെ, അതുകൊണ്ടാണ്. കടാ എൻ്റെ കുർത്ത. ഇത് നമുക്കിവിടെ ഒരു ബുദ്ധൻ്റെ ഒരു പ്രിന്റ് വരുന്നുണ്ട്. ഇത് പ്രിന്റ് ഇല്ല, ഇത് സത്യം പറഞ്ഞാൽ ഹാൻഡ് പെയിൻറ്റഡ് ആണ്. നമ്മുടെ എയർ ഹാൻഡ്ലൂംസ് ഇല്ലേ, അവിടെ നിന്ന് വാങ്ങിയതാണ്. അടിപൊളി മെറ്റീരിയൽ ആട്ടോ, നല്ല കംഫർട്ടാണ് ഇടാൻ. ഓക്കെ, പിന്നെ വരുന്നത് കാണിച്ചു തരാം. ഒരു കൈൻഡ് ഓഫ് സിൽവറും ഗോൾഡൊക്കെ പാടെ കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ളൊരു കര. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. ഓക്കെ, എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ ജുബ്ബ. ഇത് എനിക്ക് റെഡിമെയ്ഡ് കിട്ടില്ല, കാരണം അത്യാവശ്യം മണ്ണല്ലോണ്ട് എനിക്ക് ഒരിക്കലും റെഡിമെയ്ഡ് കിട്ടില്ല. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ ഒരു ടൈലർ ഉണ്ട്. അപ്പോൾ മൂപ്പര് എനിക്ക് കറക്റ്റ് അടിച്ചു തരും. അപ്പോൾ ഇത് നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഇടാൻ പറ്റും. ഓക്കെ, കണ്ടാ ഊതിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ, അടിപൊളി. ഞാൻ കുറേ ഇങ്ങനത്തെ എന്തെങ്കിലും ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ടുള്ള സാധനം കറക്റ്റ് നമ്മുടെ ഈ ഒരു ചെസ്റ്റിൻ്റെ ഇവിടെ ഇങ്ങനെ വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഇടണം വരുന്നു. അടിപൊളി. ഓക്കെ, അപ്പം ഇനി മെല്ലെ അമ്മ ഇപ്പോൾ എന്തോ മേക്കപ്പിൻ്റെ എന്തോ സംഭവത്തിന് വേണ്ടി പോയിട്ടാണ്. അപ്പം ഇനി അച്ഛനും ഉണ്ട്. അച്ഛനും ഞാനും കൂടി എന്ത് ചെയ്യും, ഇനി അമ്മേനെ പിക്ക് ചെയ്തിട്ട് നേരെ ഓഡിറ്റോറിയത്തേക്ക് പോകും. ഇനി ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുള്ള കാഴ്ചകളാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഇനി നമ്മൾ നേരെ ഓഡിറ്റോറിയത്തേക്കാണ്. അമ്മ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടാണ്. അപ്പോൾ സാരിയൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി അമ്മേനെ എടുത്ത് ഞാനും അച്ഛനും കൂടി നേരെ ഇനി ഓഡിറ്റോറിയത്തേക്ക് പോകും. അപ്പം ഇനി ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിവിടെ എത്തി. ഇവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട്. ആവശ്യം ഒന്ന് കാണിച്ചു കൊടുത്തന്നെ, ഇനി ഒന്ന് വീഡിയോ എടുത്താ എൻ്റെ ഔട്ട്ഫിറ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനല്ല, ഇങ്ങനെ ഫുള്ളിട്ടില്ലേ വ്ളോഗിൽ നിന്ന് എല്ലാരും അറിയേ. മെയിൻ ആള് ഇയാളാണ്. മെയിൻ സ്വാഗതം പറയാൻ നിൽക്കണ ഇയാളാണ്. സ്വാഗത പ്രസംഗം ഷാജി മനേഴി പോരെ. നീ ഇവന്റെ ഫോട്ടോഷൂട്ടാണ്. എന്താ അപ്പൊ അതൊക്കെ എപ്പം തുടങ്ങിയാലും എടുക്കലേ അറിയോ? അമ്പലത്തിൽ നിന്ന് ഒരു പറ, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കാറിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇത് എത്ര എടുത്താലും മതിയാവണില്ലേ? ഇത് മതിയാവണില്ലേ? ഇതാണ് നമ്മുടെ എൻട്രൻസ് കേട്ടോ, അടിപൊളിയില്. ഇതിന് മുന്നിൽ നിന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുകയാണ്. സെറ്റ് സ്ഥലം. ഇതൊക്കെ കിടക്കുന്നു നമ്മുടെ മാഗ്നറ്റ് കുട്ടൻ. ഇന്നലെ കുളിപ്പിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ചെറിയതായിട്ട് പൊടിയൊക്കെ ആയിരുന്നു. സ്റ്റേജ് ഒക്കെ അടിപൊളിയല്ലേ? സെറ്റ് സ്റ്റേജ്.
കേട്ടോ ഇന്ന്. അതാണ് കുരുട്ടടക്ക പൊടിടപ്പേണാ നിക്കണത്. ഇങ്ങടക്ക് ഇതിലിപ്പോ ആരാ ചേച്ചി ആരാ അനിയത്തി? ഇത് അനിയത്തി, ഇത് ചേച്ചി. ജുടിക്കൂലേ? എത്ര ആൾ വേണം ഇതിന്? 4 ആളൊക്കെ വേണം. ഇല്ല ഞാൻ കിട്ടില്ല, നമ്മള് കല്യാണം കഴിക്കില്ല. വയ്യ, സാമ്പത്തികമായിട്ട് നഷ്ടാണ്. വെറുതെ എന്തിനാ തലയില് ഇപ്പൊ തന്നെ, അല്ലെങ്കിൽ തന്നെ പ്രഷറാണ്. ഇല്ല ഞാൻ പറയില്ല. ഞാൻ ആഴ്ചന്റെ കല്യാണത്തിന് വേണമെങ്കിൽ ഒന്ന് ആത്മാദിക്കാൻ, അതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇങ്ങോട്ട് വെളിച്ചത്തേക്ക് എന്റെ ഫ്രണ്ടിലേക്ക്. എന്താ കഥ? ഇന്നത്തെ കല്യാണം ഇപ്പം കൊണ്ടുപോയി. എന്താലേ തലേ ദിവസം വന്നപ്പോൾ ഓൻ കൊണ്ടുപോയി ഡാൻസ് കളിച്ചിട്ട്. പെണ്ണും ചക്കനും വന്നു കേട്ടോ. അതിന് ചേച്ചി എന്തൊക്കെ ഉണ്ണിമായ, ആർ യു എക്സൈറ്റഡ്? എന്തിനാ? ഇല്ല സീനില്ല. എന്റെ വേണോ? അല്ല ഞങ്ങൾ അതിനല്ല നിക്കണത്. അടുക്ക് ഇത് അച്ഛൻ്റെ മുതലാളിയും വൈഫും ആണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. അച്ഛൻ്റെ കണ്ണിൽ തിളക്കാത്രേ. കണ്ണിലെ തിളക്കം. കല്യാണം എങ്ങനെയുണ്ട്? എന്താണ്? ആ ചേച്ചി നീങ്ങേ. അപ്പോ കൺഗ്രാജുലേഷൻസ്. ആ എല്ലാവരും ഓക്കെ. അതിന് ചേച്ചി എക്സൈറ്റഡാ? സദ്യ വരട്ടെ. പരിപ്പോടൊക്കെ ഉണ്ട് കേട്ടോ, പരിപ്പോടൊക്കെ ഉണ്ട്. ശനിമായ പാലടയ്ക്കാട്ടോ. ചോറൊന്നു ആ മതി. ചോർ പരിപ്പോടൊക്കെ ഉണ്ട് കേട്ടോ. ആഹാ, ഇനി നമുക്ക് ഒരു ചെറിയ കഷ്ണം പപ്പടമൊക്കെ വെച്ച് ഇങ്ങനെ ആക്കി ഇതൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ച്
ഇനി നമ്മൾ പായസം ഒഴിക്കുക. പാലട അമ്പൂ എന്നിട്ട് പപ്പടം ഇങ്ങനെ എൻ്റെ പേര് പറ ജിന്റെ സബ്സ്ക്രൈബർ അല്ലേ? പേര് പറ ഇജി പേര് പറ. അയ്യോ ചോദിക്കട്ടെ, ഇങ്ങോട്ട് വാ, ഇവിടെ വാ, ചോദിക്കട്ടെ, ഇങ്ങോട്ട് വാ. ഗൈസ് പെണ്ണും ചെക്കനും പോവാണ്. സോ ഗൈസ് ഇപ്പം നിങ്ങൾ കാണുമ്പോൾ രാത്രിയാവും. കുറേ കാര്യങ്ങളുണ്ടായി. എന്താന്ന് വെച്ചാൽ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്തുണ്ടായി, എൻ്റെ ഫോണിൻ്റെ പവർ ബാങ്കിൻ്റെ ചാർജ് കഴിഞ്ഞു. അതിൽ ഫോൺ ഓഫായി. മീൻസ് ലാസ്റ്റ് അതിനനുസരിച്ച് പോണ വരെയുള്ള വീഡിയോ കിട്ടിയിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഒന്നും കിട്ടിയില്ല, ഫോൺ ഓഫായി. അപ്പോൾ ഇപ്പോഴാണ് ഫുള്ളൊന്ന് ചാർജായിട്ട് ഞാൻ ഇപ്പോൾ ഇവരെ വീട്ടിലേക്ക് ആലനല്ലൂർ വന്നാണ്, വീട്ടിലേക്കാക്കാൻ വേണ്ടി വന്നാണ്. അപ്പോൾ ചെറിയൊരു കല്യാണ വീഡിയോ ആണ്. അറൗണ്ട് ഒരു 18 മിനിറ്റിൻ്റെ അടുത്തെങ്ങാനൊക്കെ ആവും ടോട്ടൽ ഉണ്ടാവുക. പരമാവധി ഞാൻ കുറയ്ക്കാൻ നോക്കും കട്ട് ചെയ്തിട്ട്. അടിപൊളിയായിരുന്നു, നല്ല കിഡിലൻ സദ്യ കഴിച്ചു, മൊത്തത്തിൽ ഉഷാറായിരുന്നു കല്യാണം. അപ്പോൾ ഇനി നാളത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ റിസപ്ഷൻ ഉണ്ട്, താനൂർ പോകണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിരിക്കും നാളെ വരാൻ പോകുന്നത്. ഇതിന്ന് നൈറ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കുറേ കുറ്റങ്ങളുണ്ടാവും എൻ്റെ വീഡിയോയിൽ, അതൊക്കെ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരും. പിന്നത്തെ ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇനി നമ്മുടെ ഇതിൽ ഉണ്ടാവും. മീൻസ് കുറേ തരത്തിലുള്ള കണ്ടൻറ്റ്സ് നമുക്ക് ഉണ്ടാവും. എൻ്റെ ഡെയിലി ലൈഫ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇതുപോലത്തെ എന്തെങ്കിലും ഇവൻ്റൊക്കെ വരികയാണെങ്കിൽ അതുണ്ടാവും. അതുപോലെ ഓട്ടോമൊബൈൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, എൻ്റെ ബൈക്ക് സംബന്ധമായിട്ടുള്ള, എൻ്റെ കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ നിരഞ്ജൻ.